പാലത്തിലെ തെരുവുവിളക്കുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി. ഭരണസമിതി തീർത്തും പരാജയമാണെന്ന് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രകാശൻ. മായന്നൂർ പാലത്തിലെ തെരുവുവിളക്കുകൾ മിഴി തുറക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി യാത്രക്കാർക്കും പ്രഭാത സവാരിക്കായി എത്തുന്നവർക്കും ഉപകാരപ്പെടേണ്ട വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും ഒറ്റപ്പാലം നഗരസഭയുമാണ് തെരുവുവിളക്കുകൾ പരിപാലിക്കേണ്ട അധികൃതർ. എന്നിരിക്കെ ഇരുകൂട്ടരും വിഷയത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതോടെ പൊതുപ്രവർത്തകരും രംഗത്ത് വന്നു. തെരുവുവിളക്ക് പരിപാലനത്തിന് മടി കാണിക്കുന്ന ഭരണസമിതികൾക്കെതിരെ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വിജിത് വാര്യർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രകാശൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം വേണുഗോപാൽ എന്നിവർ വ്യക്തമാക്കി. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നതിൽ വളരെ പിന്നോട്ടും പോകുന്നതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി, വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തതുകൊണ്ട്, ഗ്രാമീണ മേഖലകളായതുകൊണ്ട് പുലർകാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ആക്സിഡന്റ് അടക്കം ഉണ്ടാകുന്ന സംഭവമുണ്ട്. അതൊന്ന് കണ്ടെത്തണമെങ്കിൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. ഇപ്പം മായന്നൂർ പാലത്തിൽ രണ്ട് സൈഡിലും കത്തുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന ഒരു സൈഡിൽ ഒട്ടും കുറെ കാലങ്ങളായിട്ട് കത്തുന്നില്ല. അപ്പം അത് മറ്റ് നമ്മൾ കായാമ്പൂം പോലെയുള്ള മേഖലകളിൽ സോളാർ ലൈറ്റുകൾ കത്തുന്നില്ല, മിനിമാസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്രദേശങ്ങളിലൊന്നും കത്തുന്നില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ പലതും കംപ്ലൈൻ്റ് ആണ്, പല സ്ഥലങ്ങളിലും ഒട്ടും കത്തുന്നില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള എഗ്രിമെന്റ് പഞ്ചായത്ത് ചെയ്തിട്ടാണ് DPCയുടെ ജില്ലാ പ്ലാനിംഗ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ടെൻഡർ വെച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയും ഭരണസമിതിയുടെ ശ്രദ്ധയിലും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലും വരേണ്ടതാണ്. അവിടെ സർവീസുള്ള മുൻകാലങ്ങളിൽ ജനപ്രതിനിധിയായ ആളുകളൊക്കെ അവിടെയുണ്ട്. പക്ഷെ ഇതൊന്നും അലംഭാവമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിട്ടുപോയി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.